നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തിരുത്താവശ്യപ്പെടുകയാണ് ഗവർണർ. കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം വരുന്ന ഭാഗമാണ് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്നാൽ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ ഭേദഗതി വരുത്താനാവില്ലെന്നാണ് സർക്കാർ നിലപാട്. ചന്തു ചന്ദ്രശേഖറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുള്ളത്. ചന്തു, ഗുഡ് മോർണിംഗ്. ഗവർണറുടെ ആവശ്യത്തോട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നീക്കമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇക്കാര്യങ്ങളൊക്കെ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗവർണർ ആവശ്യപ്പെട്ട തിരുത്ത് അത് വരുത്താനുള്ള സാധ്യതയില്ല. കാരണം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹം നടത്തിയ സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ഒരു പ്രതിഷേധമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സർക്കാരിനെ ഞെരുക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രണ്ടിടത്താണ് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രണ്ടിടങ്ങളിൽ ഈ വിമർശനങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഗവർണർ ഇത്തരത്തിലൊരു വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ഒരു കടുത്ത നിലപാടിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ ഉടക്കി നിന്ന സാഹചര്യത്തിൽ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം കടുത്ത നിലപാടിലേക്ക് ഗവർണർ പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ രണ്ട് ഭാഗങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം വരുന്ന രണ്ട് ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്, രാജ്ഭവനെ അറിയിച്ചിരിക്കുന്നത് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ്. അതിൽ ഭേദഗതി വരുത്തില്ല എന്ന ഒരു കാര്യമാണ് സർക്കാരും രാജ്ഭവനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളത്തെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഏറെ പ്രധാനമാണ്. അതിൽ ഗവർണർ ഈ ഭാഗങ്ങൾ, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കുമോ അതോ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആ ഭാഗങ്ങൾ കൂടി വായിക്കുമോ എന്ന കാര്യം നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വിയോജിപ്പ് രാജ്ഭവൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ആ വിയോജിപ്പ് സർക്കാർ പരിഗണിക്കാനുള്ള സാധ്യതയുമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യം കൂടിയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു രൂക്ഷമായ ഭാഷയിൽ തന്നെയുള്ള വിമർശനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സാമ്പത്തികമായി വലിയ തരത്തിൽ ഉള്ള ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കൊണ്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നുവെന്ന് സംസ്ഥാനം കഴിഞ്ഞ കുറേ നാളുകളായി ആവർത്തിക്കുന്നുണ്ട്. ആ സാഹചര്യം എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകുകയുമില്ല. ഓക്കെ ചന്തു, ശരി ശരി.